गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ഇവിടെ യോഗത്തിൻ്റെ അനുഷ്ഠാന പദ്ധതിയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. 24 25 ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സങ്കൽപ്പപ്രഭവാൻ കാമ त्यक्त्वा सर्वानशेषतः मनसेवेन्द्रियग्रामं विनियम्य समन्ततः शनैरुपमेत् बुद्ध्या धृतिहृदया आत्मसंस्थं मनः कृत्वा न किञ्चिदपि चिन्तयेत्. सङ्कल्पप्रभवान् काम त्यक्त्वा सर्वानशेषतः मनसे इन्द्रियग्रामं विनियम्य समन्ततः शनैः उपरमेत् बुद्ध्या धृतिगृहीतया आत्मसंस्थं मनः कृत्वा न किञ्चिदपि चिन्तयेत्. സങ്കൽപ്പപ്രഭവാൻ, സങ്കല്പത്തിൽ നിന്നും ഉത്ഭവിക്കുന്നവയായ കാമാൻ, കാമങ്ങളെ, സർവാൻ, എല്ലാം, അശേഷത, തീർത്തും അല്ലെങ്കിൽ മുഴുവനുമായിട്ടും, ത്യജിച്ചിട്ട്, മനസ്സ ഏവ, മനസ്സുകൊണ്ട് തന്നെ, ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമൂഹത്തെ, സമന്തത, എല്ലാ പ്രകാരത്തിലും, വിനിയമ്യ, വിശേഷിച്ച് നിയമിച്ച്, ധൃതിഗൃഹീതയാ, ധൃതിയെ ഗ്രഹിച്ചുകൊണ്ട്, ബുദ്ധിയാൽ, ശനൈ പതുക്കെ ഉപരമിച്ചാലും, മനസ്സിനെ, ആത്മസംസ്ഥം, ആത്മാവിൽ നല്ലതുപോലെ സ്ഥിതി ചെയ്യുന്നത്, കൃത്വ, ചെയ്തിട്ട്, അലാക്കിയിട്ട്, കിഞ്ചിത് അഭി, മറ്റൊന്നും തന്നെ, ന ചിന്തയേത്, ചിന്തിക്കരുത്. നമുക്കിവിടെ തന്നിരിക്കുന്ന 2 ശ്ലോകം ഒരു വിധിയാണ്. എന്താണ് ഈ അനുഷ്ഠാന പദ്ധതിയിലെ വിധി എന്നത്. രണ്ടാമത് അതിൻ്റെ ഉപദേശവുമാണ്. എങ്ങനെയായിരിക്കണം ഈ ഒരു അനുഷ്ഠാന പദ്ധതി, അതിൻ്റെ വിധിയെയും അതിൻ്റെ ഉപദേശത്തെയുമാണ് ഇവിടെ നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. സങ്കല്പത്തിൽ നിന്നും ഉണ്ടാവുന്നതായ എല്ലാ കാമങ്ങളെയും സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മളെല്ലാ കാമങ്ങളും, നമ്മുടെ ചിന്ത തന്നെ സങ്കല്പിച്ചുകൊണ്ടാണ്. കാമങ്ങളൊക്കെ സങ്കല്പത്തിൽ നിന്നാണ് കാമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാമം എന്നാൽ എന്താണ്? ആഗ്രഹങ്ങളാണ്. എന്തിൻ്റെ ആംഗില്? ഇപ്പോൾ പ്രാപ്തമല്ല, എന്നാൽ അത് എനിക്ക് പ്രാപ്തമാകും, എനിക്കത് ലഭിക്കും. ആ ലഭിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ട് കാമത്തോടുകൂടി ഇരിക്കുന്നതാണ് കാമം, അല്ലേ? കാമഃ ഇന്ദ്രിയ ഗോചരപ്രാപ്തേ ഇഷ്ടേ വിഷയേ ശ്രൂയമാണേ സ്മര്യമാണേ വ അനുഭൂതേ സുഖഹേതൗ യഗതി തൃഷ്ണ സ കാമഃ. കാമെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ട് ഒരിക്കൽ നമ്മൾ അനുഭവിച്ച ഒരനുഭവം, ഏത് ഇന്ദ്രിയമാണോ ആ ഇന്ദ്രിയം കൊണ്ട് നമ്മൾ അനുഭവിച്ച ഏതെങ്കിലും ഒരു വിഷയം, ഒരു വസ്തു ഇപ്പം നമുക്ക് അനുഭവിക്കാൻ കിട്ടുന്നില്ല, എന്നാൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിഷയങ്ങളെപ്പറ്റി ഓർക്കുകയോ സ്മരിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ സുഖത്തിന് വേണ്ടിയിട്ട് അതിലുള്ള തീവ്രമായിട്ടുള്ള അഭിലാഷം, എനിക്കത് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കണം എന്നുള്ള തീവ്രതയോടുകൂടി ഇരിക്കുന്ന ഒരു ആസക്തി ഉണ്ടല്ലോ, അതാണ് കാമം. ഇപ്പോൾ പ്രാപ്തമല്ല, എന്നാൽ എനിക്കത് പ്രാപിക്കാം, ആ പ്രാപിക്കുമ്പോൾ എനിക്ക് തന്നെ കിട്ടണം, അല്ലേ? ആ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന മനസ്സിൻ്റെ ഒരു ഭാവമാണ്, അല്ല ആ സങ്കല്പമാണ് കാമം. മനസ്സ് സങ്കല്പിക്കുകയാണ് എനിക്ക് കാമം വേണം, അത് കിട്ടണം എന്നുള്ള ഒരു ഇച്ഛയോടുകൂടി, ആസക്തിയാണ്, അത് കാമമാണ്. ഇത് ഗീതയിൽ നമ്മൾ
ഇന്ദ്രിയസ്യ ഇന്ദ്രിയസാർഢ്യേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന വശമാകേച്ചേതൗ ഹൃസ്യ പന്തിനോ എന്ന് പറയും. അതായത് ഇന്ദ്രിയങ്ങൾ അതിൻ്റേതായ വിഷയത്തിന് രാഗവും ദേഷ്യവും ഉണ്ടാവും അല്ലേ. നമുക്കൊരു സങ്കല്പം ഉണ്ടായി, അത് കാമനുമായി, അത് കിട്ടാതായാലോ ദേഷ്യമായി, കിട്ടിയാലോ രാഗവുമായി. ഈ രാഗങ്ങൾ ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റേതായ വിഷയങ്ങളുണ്ട്. അതായത് ശബ്ദം മുതലായവയിൽ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതൊക്കെ നമ്മൾ ആകർഷിക്കുന്നതാണ്. ഓരോ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വിഷയങ്ങൾക്ക് നമുക്ക് പ്രാപ്തമല്ലെങ്കിലും അത് പ്രാപിക്കാനുള്ളൊരു ഇച്ഛ അല്ലെങ്കിൽ ഒരു ആസക്തിയാണല്ലോ കാമം. ആ കാമം ലഭിക്കുകയാണെങ്കിൽ രാഗത്തോടു കൂടി അത് രാഗമായി, അല്ല അത് കിട്ടിയില്ലെങ്കിൽ അതിന് ദ്വേഷവുമായി. ഈ രണ്ട് ഭാവങ്ങളാണല്ലോ നമുക്കുണ്ടാകുന്നത്. കാമത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന രണ്ട് ഭാവങ്ങൾ, രാഗവും ദ്വേഷവും. ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെതായ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് തടുത്താലുണ്ടാകുന്ന നമ്മൾ ക്രോധവുമായി. അപ്പോൾ ഒരിക്കലും നമുക്ക് കാമം എന്നുള്ളത് നമ്മുടെ യോഗചര്യയിൽ അല്ലെ യോഗനിഷ്ഠയിൽ അത് നല്ലതായിരിക്കുമോ? അപ്പോൾ എന്താണ് കാമിക്കേണ്ടത്, എന്താണ് കാമിക്കാത്തത് യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇല്ലേ. അല്ല ഓരോ ഇന്ദ്രിയത്തിൻ്റെ വഴിയിൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെ പുറകെ നമ്മൾ കാമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? ഇല്ല. ചൊല്ലും. അപ്പോൾ ഓരോ കാമങ്ങളും അത് എപ്പോഴാണോ രാഗദ്വേഷങ്ങളുടെ അവയുടെ പ്രതിവിധികളായിട്ട് വിവേക വിജ്ഞാനത്തോടു കൊണ്ട് നിയന്ത്രിക്കുന്നത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സങ്കല്പം വികല്പമാണ് ആണല്ലോ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. ആ ഒരു സങ്കല്പം നമ്മൾ വികല്പിക്കുകയും ചെയ്യും. നമുക്ക് നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സെന്ന് പറഞ്ഞത് സങ്കല്പമാണ്, സങ്കല്പ വികല്പമാണ് നമ്മുടെ മനസ്സ്. അവിടെ ബുദ്ധിയാണ് നമ്മളെ നിശ്ചയിക്കുന്നത്. ശം എന്നതാണ് മനസ്സ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് കാമത്തിനെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പം മനസ്സുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? മനസ്സെന്ന് പറയുന്നത് എന്താണ്? സങ്കല്പ വികല്പിച്ചുകൊണ്ട് ഏതെങ്കിലും നമ്മുടെ മനസ്സിന് ഇഷ്ടമായതുവ അല്ലെങ്കിൽ ഇന്ദ്രിയത്തിന് ഇഷ്ടമായതേ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ബുദ്ധിയാണ് നിശ്ചയിക്കുന്നത്. ഇന്നത് വേണം, ഇന്നത് വേണ്ട, അല്ല ഇതാണ് അതാണ് നമ്മൾ നിശ്ചയിച്ചുറപ്പിക്കുന്ന ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനും. അപ്പം മനസ്സെന്നുള്ളത് സങ്കല്പ വികല്പമായ മനസ്സിനെ ശമം എന്ന് പറയും. ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാനുള്ളത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ളത് ദമം എന്നും പറയും. അത് രണ്ടും മനസ്സിലാക്കുക. അതുകൊണ്ട് രാഗദ്വേഷങ്ങളുടെ വശകനാകരുതെന്നാണ് പറയുന്നത്. രാഗവും ദ്വേഷവും അതിനെ നമ്മൾ നിയന്ത്രിക്കണം. തനിക്ക് തൻ്റെ ഉയർച്ചയിൽ, തൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിരിക്കും നമ്മുടെ കാമനകൾ. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതചര്യയിൽ നമുക്ക് വേണ്ടതെന്നുള്ളതിനെ നിശ്ചയിക്കുക. എല്ലാം നമുക്ക് കാമിക്കാം. പ്രാപ്തമായാലും പ്രാപ്തമായില്ലെങ്കിലും നമ്മൾ കാമിച്ചുകൊണ്ട്, അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. ഇവിടെ ഈ ഒരു കാമനകൾ അല്ലെങ്കിൽ രാഗവും ദ്വേഷവും ശത്രുക്കളാണ്. നമുക്ക് മിത്രമാകുമോ? ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള എല്ലാ കാമനകളും? ഇല്ല. അതുകൊണ്ട് ഇപ്പം നമ്മളെ ശത്രുക്കളാണ്. ശത്രു എന്നുള്ളത് നമ്മൾ ഇഷ്ടമാകുമോ ശത്രുവിനെ? ഇല്ല. അപ്പോൾ ശത്രു എന്ന മനോഭാവത്തോടെ നമ്മുടെ കാമനകളൊക്കെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ തടുക്കുന്നതാണ് ആണല്ലോ. അങ്ങനെയുള്ള ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളെ തടുക്കുന്ന ശത്രുവായിട്ട് വേണം നമ്മളെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കാമനകളെയൊക്കെ കാണുവാനായിട്ട്. മനുഷ്യൻ്റെ അനർത്ഥത്തിന് കേതുവായിട്ടുള്ളത് അല്ലെപ്പറ്റി വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചും രാഗദ്വേഷങ്ങൾ അവൻ്റെ ശത്രുക്കളായിട്ട് തന്നെയാണ് ഉള്ളത്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് സങ്കല്പ വികല്പമായിരിക്കുന്ന മനസ്സ്, കാമനകൾ കൂടെ അല്ലെ കാമിച്ചുകൊണ്ടേയിരിക്കുന്ന മനസ്സ് ആരുടെ പ്രേരണ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ അർജുനന് സംശയമുണ്ട്. ആരുടെ പ്രേരണയിൽ കൊണ്ടാണ് ഈ ഘോരമായ കൃത്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഇല്ലേ? ആരുടെ പ്രേരണ കൊണ്ടാണ്? നമ്മൾ പറയും നമ്മുടെ പ്രേരണ കൊണ്ടാണ്, നമ്മുടെ ഇഷ്ടപൂർത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാമിക്കുകയാണ്. ആണോ? വാസനകളാണ്. ഈ ഒരു അനർത്ഥങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നത് അതിന് കാരണമായിട്ടുള്ളതാണ് ആ ഒരു വൈരി, ഒരു ശത്രു ഉണ്ട് നമുക്ക്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ശത്രു. കാമയേഷ ക്രോധയേഷ, ഇത് രണ്ടുമാണ് നമ്മുടെ ശത്രുക്കൾ. ഈ ശത്രുക്കളെ നമ്മൾ എങ്ങനെ വേണം അതിനെ നീക്കാൻ ചെയ്യാൻ എന്ന് പറയാണ്. എങ്ങനെയാണ് ഈ ഒരു ശത്രു മനോഭാവം, അല്ലെങ്കിൽ ശത്രു നമ്മളെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ മറച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ ജ്ഞാനത്തെ, നമ്മുടെ അറിവിനെ. തെറ്റും ശരിയുമെന്ന് നിശ്ചയിച്ചോടുകൂടി നമുക്ക് മുന്നേറാനുള്ളൊരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ തടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാമവും ക്രോധവും. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ ഈ ശത്രുഭാവത്തോടു കൂടി ഇരിക്കുന്ന കാമത്തെയും അല്ലെ ക്രോധം അല്ലെ കാമനകളൊക്കെ തന്നെയും നമ്മൾ ശത്രുവാണ്, നമ്മുടെ വൈരി തന്നെയാണ്. അപ്പോൾ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ആരാണ് ശത്രു എന്നറിഞ്ഞാൽ അതിനെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും. ആരാണ് നമ്മുടെ ശത്രു? കാമവും ക്രോധവും തന്നെയാണ്. അപ്പോൾ അതിനെ ഭഗവാൻ പറയാണ്, അതിനെ നശിപ്പിക്കാൻ എങ്ങനെയാണ് സുഖവുമായി അതിനെ നശിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിനെ ഭഗവാൻ പറയാണ്. ഇന്ദ്രിയാണി മനോബുദ്ധി അധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹത്യേഷ ജ്ഞാനമാവൃദ്ധ്യ ദേഹിന. ഈ ഇന്ദ്രിയങ്ങളാണ് ആണല്ലോ, ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ കാമനകളൊക്കെ ചെയ്യുന്നതും, അല്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ പോയി വിഷയത്തിലേക്ക് പോവും, അല്ലേ? കാമനകൾ വന്നു, അത് ഇന്ദ്രിയങ്ങൾ കൂടി നമ്മൾ സഫലമാക്കാനായിട്ട് എന്ത് ചെയ്യും? മനസ്സ് ആ കൂട്ടത്തിൽ പോവും. മനസ്സ് പോയാൽ നമ്മളതിലേക്ക് പോയിട്ട് പോകും. ഒരു വിഷയം, നമ്മളൊരു ശബ്ദം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, അതിലേക്ക് കാമന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുക ഇല്ല, ഇന്ദ്രിയങ്ങളും കൂടെ വേണം. അവിടെ മനസ്സുമുണ്ട്. മനസ്സും പോയെങ്കിൽ മാത്രമേ നമ്മളതിനെ പ്രാപ്തമാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശത്രുവായിട്ടിരിക്കുന്നത് അതിനെ നശിപ്പിക്കേണ്ടത് ഏതിനെയൊക്കെയാണ്? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധി, നല്ല ബുദ്ധിയോടുകൂടി. അപ്പോൾ ഇന്ദ്രിയത്തെ എങ്ങനെ വേണം നമ്മൾ നിയന്ത്രിക്കാൻ, മനസ്സിനെ എങ്ങനെ വേണം നമ്മൾ നിയമിക്കാനായിട്ട്, ബുദ്ധി ഏത് വിധത്തിൽ നമ്മൾ നിശ്ചയിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം തന്നെ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് അല്ല വശത്താക്കി ഭാവഹേതുകരമായിട്ടാണ് നമ്മൾ, അല്ലേ? ഭാവത്തിന് ഹേതുവായിട്ടാണ്, ശത്രു മനോഭാവത്തോടു കൂടിയിട്ടാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളത്. ഏതൊരു ലക്ഷ്യത്തെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നിരന്തരം പരിശ്രമം ചെയ്യുന്നത്, അതിനെ തടുത്തു നിർത്തുന്നതാണല്ലോ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം. അതിനെ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതാണല്ലോ നമ്മുടെ കാമനകളൊക്കെ തന്നെയും. ആ കാമനകളെ, ആ ശത്രുവിന് അതിൻ്റെ സ്വഭാവത്തോടു കൂടിയ കാമനകളും, ഏതൊരു കാമനകളാണോ നമ്മുടെ മുന്നോട്ടുള്ള ഗതിയെ തടഞ്ഞു നിർത്തുന്നത്, ആ കാമനകളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പരിത്യജിക്കണം. അങ്ങനെ വേണം പരിത്യജിക്കാൻ. എങ്ങനെ വേണം നമ്മൾ ഉപേക്ഷിക്കാൻ? നമുക്കിഷ്ടപ്പെട്ട ഒരു വസ്തു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ നേടുന്ന ഏതെങ്കിലും ഒരു വിഷയം പെട്ടെന്ന് നമുക്ക് നീക്കാൻ കഴിയുമോ? ഇല്ല. കുറച്ചു നേരം നമ്മൾ തോന്നും നമുക്ക് അതൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്, ഒക്കെ ഞാൻ രക്ഷപ്പെട്ടു, അല്ലേ? അന്നേരം ഇരിക്കുമ്പോഴായിരിക്കും നല്ല വാസന വരുന്നത്. അവിടെ പോയി ഒരു ഇന്ദ്രിയം, അല്ലേ? ശബ്ദം, നല്ല ശബ്ദം കേൾക്കുമ്പോൾ മനസ്സങ്ങോട്ട് പോകും. സ്പർശം, ആകെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു വിഷമമായിട്ടിരിക്കുമ്പോൾ ഒരു സ്പർശനം, അല്ലേ? അത് ആഗ്രഹിക്കും. പിന്നെയോ കാണാൻ നല്ല സൗന്ദര്യമായിട്ടുള്ളൊരു വസ്തു കണ്ടാൽ കണ്ണിനും കൗതുകമായി സുഖമായി. പിന്നെയോ നല്ല വാസന വന്നാൽ മൂക്കിന്, അല്ലേ? ഗന്ധം വന്നാൽ ഒക്കെ നമ്മൾ ഓരോ വിഷയത്തിൻ്റെ പുറകെ പോവാണ്. നമ്മളിപ്പം മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ പരിധിയിലാണെന്ന് നമ്മൾ തോന്നിയാലും ഏതൊരു വിഷയം, അത് മുമ്പ് പറഞ്ഞു, ഏതെങ്കിലും സ്മരണ കൊണ്ടോ അല്ലെങ്കിൽ അനുഭവിച്ചതായ ഒരു വൃത്തി അത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ തടഞ്ഞു വെച്ചതൊക്കെ പുറത്തേക്ക് വരും, അല്ലേ? ഇപ്പം നല്ലൊരു മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചു.
വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട്, കുറച്ച് ഉപ്പിട്ട്, ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലോ അല്ലേ? അത് കുഴച്ച് വരുമ്പം ആ ഒരു മുളകിൻ്റെയും ഉപ്പിൻ്റെയും പുളിയുടെയും വാസനയ്ക്കാനുള്ളൊരു വെളിച്ചെണ്ണയും ഒഴിച്ചു നമ്മുടെ മൂക്കിലേക്ക് വന്നു. എല്ലാ ഇന്ദ്രിയം നമുക്ക് സ്വവശത്താക്കിയിട്ടുണ്ട് അല്ലേ? കാണുമ്പോഴോ വായിലാദ്യം വെള്ളം വന്നു അല്ലേ? കണ്ണിന് കൗതുകമുണ്ട്, നല്ല കളറിൽ നല്ല മുളകൊക്കെ ഇട്ട് തിരിയുമ്പോൾ നല്ലൊരു കളറും വന്നു, അതിനോടൊരു ആകർഷണമായി അല്ലേ? വായിൽ വെള്ളം വന്നു, കഴിക്കണമെന്നായി. അപ്പോൾ ഒരു ഇന്ദ്രിയത്തിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വസ്തു തന്നെ നമ്മളെ എത്രയും ഇന്ദ്രിയത്തിനെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അതിന് സമൂലം നമുക്ക് ഇല്ലാണ്ടാക്കണമെങ്കിൽ എത്ര കഠിന പ്രയത്നം നമ്മൾ ചെയ്യണം വേണ്ടേ? നമ്മൾ പറയും ഞാൻ ത്യാഗിയാണ്, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും, എല്ലാത്തിനെയും ഞാൻ ഇന്ദ്രിയത്തിനെയൊക്കെ സമീപിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഒരു വസ്തു നമ്മളെ, നിസ്സാരം ഒരു മാങ്ങ വരെ നമ്മളെ എത്രത്തോളം മറ്റുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് വിഷയത്തിലേക്ക്, കാമനകളിലേക്ക്. ആ കാമനകളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനും സാധിക്കുമോ? ഇല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? ശാന്തിയാണ്, മനസ്സിന് ശാന്തമാണ് അല്ലേ? സുഖമായിരിക്കണം. അപ്പോൾ വിഷയങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ കാമനകളൊക്കെ തന്നെ നമ്മളെ എവിടെ കൊണ്ട് എത്തിച്ചു തീർക്കും? നശിപ്പിക്കും അല്ലേ? ലക്ഷ്യം എന്താണോ തൻ്റെ ഉള്ളിലേക്ക് തന്നെ തൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള നമ്മുടെ ആ ഒരു പരിശ്രമം, അതിനെ നമ്മൾ കാമനകൾ കൊണ്ട് പല വിധത്തിലേക്ക് കൊണ്ടുപോയാലോ എവിടേക്ക് എത്തിച്ചു തീർക്കും? അതുകൊണ്ട് ക്രോധമാകുന്നതും കാമനകളെ നമ്മൾ തടുത്ത് അതിന് ഉപായത്തോടു കൂടി നമ്മൾ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരണം. പെട്ടെന്ന് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെ, അത് ശത്രുവാണ് അല്ലെങ്കിൽ തൻ്റെ വൈരിയാണെന്നുള്ള ചിന്തയോടുകൂടി അതിനെ നിരന്തര പരിശ്രമത്തോടു കൂടിയിട്ട് വേണം അതിനെ ക്രമേണ തൻ്റെ വശത്താക്കി കൊണ്ടുവരാൻ. വശത്താക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര കഠിന പ്രയത്നം വേണ്ട. പക്ഷെ ആദ്യ കഠിന പ്രയത്നം എന്തെങ്കിലും പിടിച്ചോന്ന് പറഞ്ഞ് പിടിച്ചിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പൊട്ടിത്തെറിച്ച് പോകും. ഇതുപോലെ മാങ്ങ കണ്ടാലും ഒക്കെ, അച്ചാർ കണ്ടാലും ഒക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് അച്ചാറൊക്കെ കണ്ടാൽ ഇപ്പോൾ അടുക്കി വെച്ചതിനൊക്കെ പൊട്ടിക്ക് പോകും. അതെ. അപ്പോൾ ഈ ജ്ഞാനം എന്നുള്ളത്, ഈ ജ്ഞാനമാണ് എങ്ങനെയാണ് നമ്മളെ മറച്ചു വെച്ചിരിക്കുന്നത്. ഈ ജ്ഞാനം ശാസ്ത്ര പഠനത്തിൽ നിന്നും ഗുരുവിൽ നിന്നും സിദ്ധമാകുന്ന ഒരറിവാണല്ലോ ഈ ജ്ഞാനം. അപ്പോൾ ആത്മാവ് മുതലായവയെ പറ്റിയുള്ള അറിവാകുന്ന ഈ ജ്ഞാനം, അതിൽ നിന്നുള്ളവാകുന്ന വിശേഷ അനുഭവമാണ് വിജ്ഞാനവും. അപ്പം ജ്ഞാനവും വേണം, വിജ്ഞാനവും വേണം. അപ്പം കാമത്തിനെ നമുക്ക് തീർക്കണമെങ്കിൽ എങ്ങനെയാണോ കാമം നമ്മുടെ ഉള്ളിൽ അങ്കുരിച്ചത് വന്നത്, സങ്കല്പിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സങ്കല്പിച്ച് നമ്മൾ വരുത്തിയിട്ടുള്ള ഈ കാമനകളെ അതിന് വിചാരം ചെയ്ത് വിവേകത്തോടു കൂടി അതിനെ അതിക്രമിക്കാൻ കഴിയണം. വിചാരം ചെയ്യണം. എങ്ങനെ നമ്മൾ കാമത്തെ വിചാരം ചെയ്ത് തൻ്റെ സ്വന്തം പ്രാപ്തിക്ക് വേണ്ടി, തൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചുവോ ആ സുഖം തൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഉതകുന്നല്ല എന്ന് മനസ്സിലാക്കി വിവേകത്തോടുകൂടി, അത് വികാരപ്പെട്ടിട്ടല്ല അല്ലേ, ഞാനിപ്പം നേടിക്കളയാം അല്ലേ, ഞാൻ ആരാണെന്നറിയോ, ഒക്കെ എൻ്റെ നിയന്ത്രണത്തിലാന്ന് വിചാരിക്കും. അല്ലതല്ലാണ്ട് വികാരപ്പെട്ടിട്ടല്ല, വിചാരണയോടുകൂടി നല്ല വിവേകത്തോടുകൂടിയൊരു വിചാരണം വേണ്ടത്. അവിടെയാണ് വിജ്ഞാനം എന്നുള്ളത് വരുന്നത്. അറിവ് വേണം. എവിടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് നമുക്ക് അറിവ്? ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നുള്ളത്. ആ ഗുരുവും ശാസ്ത്രവുമാണ് നമ്മൾ മുന്നോട്ടുള്ള പരമ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ വിചാരത്തോട്, വിവേകത്തോടു കൂടിയുള്ള വിചാരണത്തോടിൽ ഈ കാമനകളെ നമ്മൾ തീർത്തും ത്യജിക്കണം. ഈ കാമനകൾ നമ്മിൽ നിന്ന് ത്യജിക്കാനാണ് പറയുന്നത്. കാമം നമുക്ക് ഇഷ്ടമാകുന്ന വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടമായത് നമ്മൾ കാമിച്ചു അതിന് പ്രാപ്തമാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭാവം ഉണ്ടാവില്ല അല്ലേ? രോമാഞ്ചന പ്രകൃഷ്ടനേത്ര വദനാദി ലിംഗ അന്ധകരണ പ്രക്ഷോഭരൂപ കാമോദ്ഭവോ വേഗ. രോമാഞ്ചമുണ്ടാവുക അല്ലേ? രോമാഞ്ചനം, കണ്ണും മുഖവും സന്തോഷം കൊണ്ട് ശോഭിക്കും അല്ലേ? എന്ത് കാമനകളുമാട്ടെ, ഇന്നതെന്നല്ല,
ശോഭനമാവും. ഇവയാണ് കാമം മൂലം നമ്മുടെ അന്ധക്കരണത്തിലുണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണം, അല്ലേ? കാമം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണം. ഈ കാമങ്ങൾ നമുക്ക് ഉണ്ടാകും തോറും, അല്ലെങ്കിൽ കാമനത്തോടു കൂടി നമ്മൾക്ക് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഒരു കാമം നേടി ഇപ്പം അടുത്തത് പ്രാപിക്കാൻ നമ്മൾ അടുത്തതിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും ഒരു ശമനം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാണ്? നെയ്യ് അഗ്നിയിൽ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. ആ ഒരു കാമനകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഇന്ദ്രിയങ്ങളും ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എല്ലാം വിഷയേന്ദ്രിയ സാമീപ്യത്താൽ അന്ധകരണത്തിലുണ്ടാകുന്ന കാമം, അല്ലെങ്കിൽ ഉള്ളിലുണ്ടായിരുന്ന മുമ്പ് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാമനകളൊക്കെ ഉദ്ദീപിക്കുന്നുണ്ട്, പിന്നെയും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അന്ധകരണത്തിലുള്ള ഈ കാമവിചാരങ്ങൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയും, അങ്ങനെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് കാമപൂരണത്തിന് വേണ്ടി നമ്മൾ ഓരോ വിഷയത്തിലേക്കും ചിന്തിച്ചു വരും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈ സംയമം കൊണ്ടുണ്ടാകുന്ന കാമനകൾ, അപ്പോൾ വിവേകവും വൈരാഗ്യത്തോടു കൂടിയുള്ള കാമത്തെ ജയിക്കണമെങ്കിൽ, അപ്പോൾ ഈ വിവേകത്തെ ജയിക്കണം എങ്കിൽ, അല്ലെ കാമത്തെ നമ്മൾ അതിക്രമിക്കണമെങ്കിൽ വിവേകവും വൈരാഗ്യവും ഉണ്ടാവണം. അപ്പോൾ കാമത്തെ ജയിക്കണമെന്നുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ഇച്ഛ നമുക്കുണ്ടാവണം. വിവേക ചൂടാമണിയിൽ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അതിനെപ്പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. ശബ്ദാദിഭിഹി പഞ്ചഭിഹി രേവ പഞ്ചപഞ്ചത്വം ആബുഹു സ്വഗുണേന ബന്ധാഹ കുരംഗ മാതംഗ പതംഗ മീനഭൃംഗാഹ നരഹ പഞ്ചാബി പഞ്ചരഞ്ജിതഃ കിം. അല്ലേ? ആന, പാറ്റ, മത്സ്യം, തേനീച്ച, ഈ 5 ശബ്ദാദി വിഷയങ്ങൾ, ശബ്ദം തുടങ്ങിയ വിഷയങ്ങളിൽ പോയിട്ട് മരണപ്പെടുന്നുണ്ട്. മാൻ എന്താണ്? ശബ്ദം, അല്ലേ? ശബ്ദത്തിൻ്റെ കൂടെ. പിന്നെയോ ആന സ്പർശം, പാറ്റ അഗ്നി വന്നിട്ട് മഴക്കാലമൊക്കെ പിടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അഗ്നി പോയിട്ട് വീണിട്ട് വയ്ക്കണം. പിന്നെ മത്സ്യം ഗന്ധത്തിനൂടെ, അല്ലേ, കൊണ്ടുപോയിട്ട് പിടിക്കുന്നത്. പിന്നെ തേനീച്ച ഈ ഗന്ധത്താലൂടെ അങ്ങനെ പോയിട്ട്. അപ്പോൾ ഈ ഒരു ബന്ധന കാരണമായിരിക്കുന്ന ഓരോ ഇന്ദ്രിയും അതാത് ഇന്ദ്രിയത്തിൻ്റെ കൂടെയാണല്ലോ പോകുന്നത്, ശബ്ദം തുടങ്ങിയ കൂടെ. അപ്പോൾ ശബ്ദം എന്നുള്ളത് ആ ഇന്ദ്രിയത്തിൻ്റെ, അല്ലേ, കേൾക്കാൻ നമുക്ക് കഴിയുന്ന നമ്മുടെ ചെവി, ഘ്രാണം, അത് ശബ്ദമാണ് വിഷയം, അല്ലേ? ഈ ശബ്ദം ആകാശം എന്ന പഞ്ചഭൂതത്തിൻ്റെ ഒന്നാണ്. അതേപോലെ ത്വക്ക്, സ്പർശം, അതാണല്ലോ ആന പറഞ്ഞത്, സ്പർശം. പിന്നെ ചക്ഷുസ്, അഗ്നി, രൂപത്തിൻ്റെ പിന്നാലെ രസനം, നാവിന് 2 ഘടകമുണ്ട്. വാക്കെന്നുള്ള കർമ്മേന്ദ്രിയമുണ്ട്, ജ്ഞാനേന്ദ്രിയമുണ്ട്. ഘ്രാണം, മൂക്ക്, വാസന എന്നുള്ളത്. പിന്നെയോ ഈ 5 ഇന്ദ്രിയങ്ങളും, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ളതും ഈ ജ്ഞാന ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളും, അല്ലേ? ശബ്ദം എന്നുള്ള വിഷയം, ഘ്രാണം, ചെവിയിൽ നിന്ന് കേൾക്കുന്നത്. സ്പർശം എന്നുള്ളത് ത്വക്ക്, അല്ലേ? നമുക്കെല്ലാവർക്കും ഇല്ലേ സ്പർശനം, അല്ലേ? സ്പർശനം, ത്വക്ക് ആണ് അതിൻ്റെ ഇന്ദ്രിയം. രൂപം, കാണുക എന്നുള്ളത്, രൂപത്തെ കാണുക എന്നുള്ളത് നേത്രം, അല്ലേ? പിന്നെ രസം എങ്ങനെ അറിയുന്നത്?
നാവ് കൊണ്ട്, രുചി, ഗന്ധം, മൂക്ക്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അതിൻ്റെ വിഷയങ്ങളായ കാമനകളെ കൊണ്ട് കാമിക്കുന്നത്. അതേപോലെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം. അല്ലേ, വാക്ക് നാക്ക് കൊണ്ട്, അല്ലേ, ഭാഷണം ചെയ്യുക, പറയുക എന്നുള്ളത്. പാണി, കൈ, വസ്തുവിനെ ഗ്രഹിക്കുക, വാങ്ങുക, കൊടുക്കുക എന്നുള്ള കൈ കൊണ്ട് ചെയ്യുന്നത്. പാദം, കാല്, ഗമനം, നടക്കുക, അല്ലേ, അത്. പായു, മൂത്ര വിസർജനം ചെയ്യുന്ന അവയവം. ഉപസ്ഥം, ജനനേന്ദ്രിയം, ആനന്ദം. ഈ ഒരു കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, ഇതാണ് 10 ഇന്ദ്രിയങ്ങൾ. പിന്നെ അന്ധക്കരണം പറഞ്ഞു, മനസ്സാണുള്ള വിഷയങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. ഒരു വിഷയത്തെ കണ്ടാൽ അത് ഇന്ദ്രിയം പ്രവർത്തിക്കണമെന്നില്ല, ഉണ്ടോ? ഇന്ദ്രിയം പ്രവർത്തിക്കാതെ കൊണ്ട് ഇന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? മനസ്സാണ്. അവിടെ വേണോ വേണ്ടയോ, തനിക്ക് വേണമെന്നുള്ള അഭിലാഷം നമ്മുടെ ഉള്ളിൽ നിശ്ചയിക്കുന്ന ആരാണ്? ബുദ്ധിയുമാണ്. അപ്പം മനസ്സും ബുദ്ധിയും, അന്ധക്കരണത്തിൻ്റെ ആണ് മനസ്സ്, ബുദ്ധിയും. അന്ധക്കരണം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും ചിത്തം, അഹങ്കാരം, ഈ 4 കൂടെ ചേർന്നിട്ടുള്ളൊരു അന്ധക്കരണം. അവിടെ ഈ അന്ധക്കരണത്തിൻ്റെ പ്രവർത്തനം എല്ലാം ചേരുന്നില്ലേ? മനസ്സുണ്ട്, ബുദ്ധിയുമുണ്ട്. അപ്പോൾ ചിത്തത്തിലാണല്ലോ നമ്മൾ മുമ്പ് അനുഭവിച്ചതായ വൃത്തികൾ, അല്ലേ, അനുഭവിച്ചായ ഒരു വസ്തുവിൻ്റെ, അതിനാണ് നമ്മൾ വസ്തുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്മരണ വരുമ്പോൾ കാമിക്കപ്പെടുന്നത്. അല്ല, ചിത്തത്തിലാണുള്ളത്. പിന്നെ അഹങ്കാരം, ഇത് എനിക്ക് വേണമെന്നുള്ളൊരു ഭാവം, അല്ലേ, അവിടെയാണ് അത് മുഴങ്ങി നിൽക്കുന്നത്. എനിക്ക് അല്ല, എൻ്റെ, ഞാൻ എന്ന ഭാവം സ്ഫരിച്ചു നിൽക്കുന്നത് അഹങ്കാരത്തിലുമാണ്. ഈ അന്ധക്കരണത്തിൻ്റെ പ്രവർത്തനത്തോടുകൂടി ആണ് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത്, അല്ലേ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വേണം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അതിന് വിഷയമായിട്ടുള്ള അതിൻ്റേതായ വിഷയങ്ങളുള്ളത് വേണം. പിന്നെ ആ വിഷയത്തിലേക്ക് പോകാനുള്ള നമ്മുടെ മനസ്സുണ്ടാവണം. അത് നിശ്ചയിച്ചുറപ്പിച്ച് നമുക്ക് വേണോ വേണ്ടത് നിശ്ചയിക്കുന്നത് നമ്മളാണ്. അപ്പോൾ കാമനകളെ നമ്മൾ വേണോ വേണ്ടയോ, അതെങ്ങനെ നമ്മൾ കാമനകൾ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ അതിന് തൻ്റെ സാധനയിൽ തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അത് വേണമെന്ന് നിശ്ചയിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. വിവേകത്തിൻ്റെ പൂർത്തീകരണം കൊണ്ട് സബലീകരണമാകണമെന്നുള്ള ഒരു ഇച്ഛയോട് കൂടിയിട്ട്, വിവേകത്തോടു കൂടി, അത് വിവേകം ഒരു നിശ്ചയത്തോട് കൂടിയിട്ടുള്ള വൈരാഗ്യം, അല്ലേ, വസ്തുവിനോടുള്ള അല്ലെങ്കിൽ വിഷയത്തോടുകൂടെ അല്ലെ കാമനകളോട് നമ്മൾക്കുള്ള വൈരാഗ്യം. മലയാളത്തിലുള്ള വൈരാഗ്യമാണോ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്നുള്ളൊരു മനോഭാവമാണ്? അതല്ല, രാഗത്തിൻ്റെ ഓപ്പോസിറ്റ് വേണമെന്ന്. അപ്പോൾ അതിന് വൈരാഗ്യത്തോട് കൂടിയിട്ട് അത് തൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ആ ഒരു മനോഭാവം. വേണ്ടായികയാണോ വേണോ, അതിനെ തിരിച്ചറിയാനുള്ളൊരു വൈരാഗ്യം നമുക്കുണ്ടാകണം. നല്ലത് യഥാർത്ഥമായിട്ടുള്ള അറിയാനുള്ളൊരു കഴിവ്, അത് വിവേകത്തോട് കൂടിയിട്ടുള്ളൊരു കഴിവ്. സുഖവും ശാന്തിയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ബാക്കി വിഷയങ്ങളുടെ പിൻപേ പരക്കം പായാതെ, അതാണല്ലോ നമ്മൾ പരക്കം പായുന്നത്. അതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. പിന്നെയോ വിവേകത്തോടു കൂടി, ഇന്ദ്രിയ സമൂഹത്തെ വിവേകപ്രജ്ഞാല്, വിവേകത്തോടു കൂടിയിൽ, ആ ഒരു അറിവിനാൽ കാര്യകാര്യ വിചാരണത്തോടു കൂടി നിയന്ത്രിക്കണം എന്നുള്ളതാണ്. എന്തിനെയാണ് നിയന്ത്രിക്കേണ്ടത്? കാമത്തെ, അല്ലേ. തന്നെ കാമമാണല്ലോ തന്നെ എല്ലാ വിഷയങ്ങളിലേക്കും കൊണ്ടുപോയിട്ട് ചാടിച്ചിട്ട് തന്നെ അനർത്ഥമാക്കി വെക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മുഴുവനും അതാത് കർണങ്ങളിൽ നിയമിച്ചുകൊണ്ട് എല്ലാ പ്രകാരത്തിലും സംബന്ധമായിട്ടുള്ള ആ ഒരു നിയന്ത്രണത്താൽ ജ്ഞാനമായിട്ടുള്ള ജ്ഞാനത്തെ നശിപ്പിക്കുന്നതായ കാമത്തെ, ആ ശത്രുവിനെ നമ്മൾ ജയിക്കണമെന്ന് പറയുന്നത്. വിഷയത്തിൻ്റെ ഒരു ആസക്തി, അല്ലേ, കാമത്തിൻ്റെ ഒരു എന്താ പറയുക, അതിനോടുള്ളൊരു ആഗ്രഹം വല്ലാത്തത്, അത് അത്യാപത്തല്ലേ, അല്ലേ, ആപത്ത് തന്നെയാണ്. അതെങ്ങനെയായിരിക്കും ഒരു ആപത്തായിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ വേണം അതിനെ അതിക്രമിക്കാനുള്ള ചെയ്യേണ്ടത്?
ഒരു കാമം അല്ലെങ്കിൽ ഒരു ഇന്ദ്രിയത്തിൻ്റെ ഒരു വിഷയം തന്നെ നശിപ്പിക്കുന്നെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നോട്ട് മാറാൻ ശ്രമിക്കും. പക്ഷെ പരിപൂർണമാകുമോ? ഇല്ല. വിവേക ചൂടാമണിയിൽ ഇത് പറയുന്നുണ്ട്, ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണ സർപ്പ വിഷാദവേ വിഷം നിഘന്തി ഭോക്താരം ദ്രഷ്ടാരം ചക്ഷുഷാഭേ അഭി അയം. അഭ്യം വിഷയങ്ങൾ വരുത്തിവെക്കുന്ന ദോഷങ്ങൾ, ഓരോ വിഷയം നമ്മളെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ടോ? ഇല്ല. ആ വിഷയങ്ങൾ ദോഷങ്ങളാണ്. എങ്ങനെയുള്ള ദോഷം? കൃഷ്ണ സർപ്പം തീവ്രമായ വിഷയത്തോട് കൂടിയിട്ടുള്ളത്. അതെ, സർപ്പ വിഷം പോലെ. സർപ്പത്തിൻ്റെ വിഷം എന്താണ്? അത് കടിച്ചാൽ സ്പർശിച്ചാലാണ് അതിൻ്റെ വിഷം ഉള്ളിൽ ചെന്നാലാണ് നമ്മൾ കാപത്തുണ്ടാവുള്ളൂ. എന്നാൽ ഇന്ദ്രിയങ്ങളുള്ള വിഷയങ്ങളുണ്ടല്ലോ, വിഷയമല്ല വിഷയങ്ങൾ, അത് കണ്ടാൽ തന്നെ നമ്മളെ ഹനിച്ചു പോകും. അത്രയ്ക്കും തീവ്രമാണ് ഈ ഒരു വിഷയത്തിൻ്റെ കാഠിന്യം എന്നുള്ളതാണ് വിവേക ചൂടാമണിയിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലേ? വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാലേ ഉള്ളൂ നമുക്ക് നാശമുണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിലുള്ളിൽ ഉണ്ടാകുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നത്, അല്ലെ ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ ഈ സർപ്പവിഷത്തേക്കാൾ അധികം കഠിനമാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ജാഗ്രതയോടുകൂടി വേണം ഈ ഒരു സാധനയിൽ, യോഗ പദ്ധതിയിൽ ഇരിക്കണമെന്ന് ചിന്തിക്കേണ്ടതാണ്, അല്ലേ? ഒരു നിസ്സാരമായിട്ട് കാണുകയാണ് നമ്മൾ വേണ്ടത്. അതിൻ്റെ തീവ്രത മനസ്സിലാക്കി നിരന്തര കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നമ്മൾ അനുവർത്തിക്കണം. ദോഷത്തെ, അതെ, വിപരീതത്തെ കണ്ടുകൊണ്ട് അതിൻ്റെ ദോഷവശം മനസ്സിലാക്കി യഥാർത്ഥമായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് അവിടെ ധീരത, അല്ലേ? നമ്മളിപ്പോൾ ശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ട്, ഗീതയൊക്കെ കേൾക്കുന്നുണ്ട്. അവർ കേൾക്കാൻ നമുക്കൊരു മനസ്സ് വന്നില്ലേ? ആ മനസ്സ് പോരെ നമുക്ക് ധീരതയോട് മുന്നേറാനായിട്ട്. ഇല്ല, ഡേഞ്ചർ പോലും വേണ്ട. ആദ്യം നമുക്കൊരു പ്രോത്സാഹനമാണ് വേണ്ടത്, അല്ലേ? പിന്നെ മനസ്സിലാക്കി വരുമ്പം അതിൻ്റെ ദോഷവശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ ദോഷം. ഇത് നമ്മൾ കാമത്തെ കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ സന്തോഷമാകില്ല. അപ്പോൾ അതിൻ്റെ ദോഷവശം മനസ്സിലാക്കിയും ഒപ്പം കഠിനപ്രയത്തോടെ ലക്ഷ്യത്തിലേക്ക് ഉയരാനും കഴിയും. രണ്ടും വേണം. ദോഷവശം മനസ്സിലാക്കിയില്ലെങ്കിലോ നമ്മളിൽ ഉള്ളിൽ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ചിത്തത്തിൽ അടങ്ങിയൊരു വൃത്തിയുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മളെ സ്മരണകളൊക്കെ ഉണ്ടാവും, അനുഭവിച്ച് നമ്മുടെ, അല്ലേ? മാങ്ങ കണ്ടപ്പോൾ തന്നെ പറഞ്ഞതേ ഉള്ളൂ, മുൻപ് അനുഭവിച്ചത് കൊണ്ടാണല്ലോ പെട്ടെന്ന് വയൽ വെള്ളം വരുന്നത്. അപ്പോൾ ആ ഒരു അനുവൃത്തി രസമായിട്ട് കിടക്കുന്നത് പോലും നമ്മളെ വൃത്തി കാമരൂപനം നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് തപ്പിക്കും. അപ്പോൾ ചക്ഷുഷ ദ്രഷ്ടാരമവി അയം നിഹന്തി. ആ ചക്ഷുസ്സുകൾ, ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ടൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നശിപ്പിക്കുമെങ്കിൽ അത്രയ്ക്കും കഠിനമായ ഈ ഒരു സർപ്പത്തേക്കാൾ വിഷമുള്ളതാണെങ്കിൽ നമ്മളതിനെ ത്യജിക്കണം. എങ്ങനെയാണ് നമ്മളതിനെ ഉപേക്ഷിക്കേണ്ടത്? അത് നമ്മൾ ചിന്തിച്ച് അതിന് എങ്ങനെയാണ് ഒരു ആനയെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഒരു കാട്ടാനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതിനൊരു തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ എത്ര കഠിന പ്രയത്നം വേണം, അല്ലേ? നമ്മൾ വിചാരിക്കുക ഇന്ദ്രിയങ്ങളൊക്കെ പിടിച്ച് ഇപ്പം റെഡിയാക്കാന്ന്. ആനയെ പിടിച്ചു പോയി തുമ്പിക്കാർ പിടിച്ച് നിയന്ത്രിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. സാധിക്കുമോ? ഇല്ല. അതിൻ്റെ നയത്തിൽ കൂടി അതിൻ്റെ വാലിന് പിടിച്ചു, അല്ലേ, ചവിട്ടി മുകളിൽ കയറിയിരുന്നാലേ പറ്റൂല. അതുപോലെ നമ്മുടെ മനസ്സ് എന്നുള്ളതിനെ തൻ്റെ ഇന്ദ്രിയത്തിൻ്റെ മുകളിൽ നമ്മൾ എത്തിക്കണം. ചഞ്ചലപ്പെട്ട മനസ്സല്ല അത്, ഇതെന്ന് തന്നിട്ടുള്ള സങ്കല്പ വികല്പമായിട്ടുള്ള മനസ്സല്ല. അവിടെ നിശ്ചയധാരത്തോടു കൂടിയുള്ളൊരു ബുദ്ധിയെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ. അതിൻ്റെ ഒരു ഇന്ദ്രിയ അന്ധകരണങ്ങളൊക്കെ നിയമിച്ച് സർവകർമ്മങ്ങളിൽ നിന്നും ഉപരമിക്കുക എന്നുള്ളതാണ് ഉപരവധി, അല്ലേ? അതെ, അതിന് ബുദ്ധി വേണം, കൗശലം വേണം. അതെ, കൗശലം വേണമല്ലോ. അവിടെ കൗശലം വേണമല്ലോ വേണ്ടത്. അവിടെ നമ്മൾ വികാരപ്പെട്ടിട്ട് ഇപ്പം ഞാൻ നിയന്ത്രിച്ചത് അതൊക്കെ എൻ്റെ കഴിവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചതാണ്, എല്ലാ ഇന്ദ്രിയങ്ങളെയൊക്കെ ഞാൻ സമീപിച്ച് നിർത്തിയിരിക്കുന്നതാണ്, നടക്കില്ല. അപ്പോൾ അവിടെ എന്താ പറയുക, ഉപായത്തോട് കൂട്ടിയിട്ട് വേണം നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയ സമൂഹം എന്നുള്ളത് ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയങ്ങളും അന്ധകരണവും ഒക്കെ കൂടി ഇന്ദ്രിയ സമൂഹത്തിന് എല്ലാ പ്രകാരത്തിലും, ഒരു പ്രകാരം മതിയോ? ഇല്ല,
ഒരു ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരുമ്പോൾ അടുത്ത ഇന്ദ്രിയം പോകും. അപ്പോൾ എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും അതിൻ്റെ ദോഷവശങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ശത്രു മനോഭാവം അല്ലെങ്കിൽ വൈരി അല്ലെങ്കിൽ വിഷം എന്ന രീതിയിൽ അതിനെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ട് വേണം അതിനെ എല്ലാ പ്രകാരത്തിലും നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എല്ലാ വിഷയത്തിലും നമ്മൾ വിശേഷിച്ച് നിർമ്മിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ആരാലാണ്? ബുദ്ധി വേണം, അല്ലേ? ബുദ്ധിയുണ്ട്. ധൃതി ഗൃഹീതയായ ബുദ്ധിയാണ്. ധൃതി ഗൃഹീതയായിട്ടുള്ള ബുദ്ധിയിൽ കൊണ്ട് വേണം നമ്മളതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ. ധൃതിയോട്, ധൃതി എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം. ആ ധൈര്യത്തോടുള്ള ബുദ്ധിയാൽ വേണം നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട്. നമ്മൾ ബുദ്ധി ഗീതാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, സത്വരജ തമോ ഗുണങ്ങളോട് കൂടിയിട്ടാണല്ലോ ബുദ്ധികളൊക്കെ പ്രകാശിക്കുന്ന എല്ലാ ഗുണങ്ങളൊക്കെ. ആ ഗുണം സത്വയുക്തമാണെങ്കിലല്ലേ നമുക്കൊരു ശരിയായ രീതിയിൽ നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവൃത്തിയും ച നിവൃത്തിയും ച കാര്യകാര്യ ഭയാഭയേ ബന്ധം മോക്ഷം ചയവേത്തി ബുദ്ധി സ പാർത്ഥ സാത്വികയും. ധർമ്മത്തിലുള്ള പ്രവൃത്തിയെയും അധർമ്മത്തിൽ നിന്ന് നിവൃത്തിയെയും ചെയ്യേണ്ടതെന്താണെന്നും ചെയ്യരുതാത്തത് എന്താണെന്നും പിന്നെ ഭയാഭയങ്ങൾക്കുള്ള കാരണം എന്താണെന്നും ബന്ധം എന്തെന്നും മോക്ഷം എന്തെന്നുള്ള യാതൊരു ബുദ്ധി അറിയുന്നുവോ അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട്, സാത്വികമായുള്ളൊരു ബുദ്ധി കൊണ്ട് വേണം നമ്മൾ നിയന്ത്രിക്കേണ്ടത്. പ്രവൃത്തി എന്നാൽ എന്താ? പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ളത്, ആ ബന്ധനത്തിന് കാരണമായിട്ട് ശാസ്ത്രാദി വിഹിതമായിട്ട് കർമാചരണങ്ങളൊക്കെ ചെയ്ത്, പിന്നെയോ നിവൃത്തി എന്നാലോ മോക്ഷത്തിന് അല്ല മോചനത്തിന് കാരണമായിട്ടുള്ള സന്യാസമാർഗം. ആ ഒരു ബന്ധവും മോക്ഷവും ആ തമ്മിലുള്ള അതിൻ്റെ, നമ്മൾ ആദ്യം പറയില്ലേ ശാസ്ത്രത്തിലേക്ക് പ്രവേശനം അധികാരത്തെ പറയില്ലേ നിത്യാനിത്യ വസ്തു വിവേകം. അപ്പം നിത്യം എന്താ? നിത്യം എന്നുള്ള വിവേകം, അല്ലേ? ഇവിടെ പ്രവൃത്തി നിവൃത്തി എന്നുള്ളതിൻ്റെ തിരിച്ചറിവ്, ആ പ്രവൃത്തിയെയും നിവൃത്തിയെയും കർമ്മസന്യാസ മാർഗമായിട്ട് ധരിക്കേണ്ടത്, അല്ലേ? അങ്ങനെയുള്ള കാര്യം അകാര്യം, കാര്യമെന്ത് അകാര്യമെന്ത്, ലൗകികമായിട്ടാണോ വൈദികകരമായിട്ടാണോ, വിധി ഏതാണോ നിഷിദ്ധം എന്താണെന്നൊക്കെ തിരിച്ചറിയുക, യഥാർത്ഥമായിട്ട് അതിനെ മനസ്സിലാക്കി ശാസ്ത്രാനുഷ്ഠാനപരമായിട്ടുള്ള കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെ കർത്തവ്യമല്ലാത്തത് എന്തെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യപ്പെടേണ്ടതാണോ ചെയ്യരുതാത്തതാണോ എന്നൊക്കെ മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് കാണപ്പെടുന്നതും കാണപ്പെടാത്തതും അതിലേക്ക് നയിക്കുന്ന ദേശകാല അനുസൃതമായിട്ടുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചിട്ട് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയുള്ള ബുദ്ധിയായാൽ ആ ബുദ്ധി മാത്രം മതിയോ? ധൃതി ഗൃഹീതയാ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. ധൃതിയോടൊത്ത ബുദ്ധി, ധൈര്യത്തോട് ബുദ്ധി എന്നാണ് പറയുന്നത്. ആ ഒരു ധൃതി ബുദ്ധി തീരുമാനിച്ചാൽ നടപ്പാക്കിക്കൊണ്ട്, അവൾ തീരുമാനിച്ച് നടപ്പാക്കിയെന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ല, ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറ്റുമോ? അത് പറ്റൂല. നമുക്ക് നിശ്ചയദാർഢ്യം വേണം. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എത്ര ത്യാഗം സഹിച്ചാലും വേണ്ടില്ല, ഞാൻ ലക്ഷ്യമാക്കി എന്താണോ അത് നേടാനുള്ളൊരു ധൃതി, ധൈര്യം നമുക്കുണ്ടാവണം, അല്ലേ? കുറച്ചു നേരം പിന്നെ നോക്കി തൻ്റെ ഇന്ദ്രിയങ്ങൾ വശത്താക്കാൻ ശ്രമിച്ചു, സാധിക്കുന്നില്ല, പരാജയപ്പെടാൻ പാടില്ല. നമ്മൾ നിശ്ചയിച്ചാൽ അത് പൂർത്തീകരിക്കണം. നമ്മളൊരു വ്രതങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ആ വ്രതം പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ, അല്ലേ? എങ്കിലല്ലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അതേപോലെ നമ്മൾ മനസ്സ് നിശ്ചയിച്ചു മനസ്സിനെയൊക്കെ നിയന്ത്രിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വീഴ്ചകളുണ്ടാവും, അല്ലേ? ചെറിയ കുട്ടി എത്ര പ്രാവശ്യം വീണിട്ട് തലയൊക്കെ കൂട്ടിയിട്ടുണ്ടാവും നടക്കാൻ പിടിക്കുമ്പോൾ, അല്ലേ? എന്നും പറഞ്ഞ് ഞാൻ നടക്കുന്നില്ല ഇവിടെ കിടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടോ? അപ്പോഴത്തേക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ട മുത്തശ്ശിയോ അല്ലെങ്കിൽ അമ്മ അച്ഛനും പറയില്ല നന്നായി എന്ന് പറയും, അല്ലാണ്ട് കുറച്ച് പ്രായമുള്ളവർ പറയില്ലേ എണീറ്റോ സാരമില്ല, അല്ലേ? ആ ഒരു പ്രോത്സാഹനം. അതെ, എന്ത് വിദ്യയും അതാണ്. വീഴ്ചകൾ കൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രതയുണ്ടാവും. ഒരു വീഴ്ചയിൽ നമ്മൾ
ഒരു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ അത് വീഴ്ച എന്ന് വെച്ചു, അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളും. എങ്ങനെ ആയിരിക്കണം ഇതിൽ നിന്ന് അതിക്രമിക്കുക എന്നുള്ളത്. അത് സൂക്ഷ്മമായിട്ടുള്ള ചിന്താഗതിയാണ്. അവിടെയാണ് നമുക്ക് ധൈര്യം വേണ്ടത്. ബുദ്ധി പോരാ, ആ ധൈര്യത്തോടു കൂടി കുശലതയോടുകൂടി നമ്മൾ മുന്നേറാനും പരിശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊരു ബുദ്ധിയോട് കൂടിയിട്ട് വേണം ആ ധൃതി, അതിൻ്റെ ഒരു പരിശ്രമത്തോടു കൂടിയ ധൃതി വേണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ധൃതി മനസ്സാണല്ലോ. മനസ്സും പ്രാണനും ഇന്ദ്രിയും അതാണല്ലോ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ആ ഒരു അതിൻ്റെ വൃത്തികളെ ഏകാഗ്ര ചിത്തത്തോടു കൂടിയിട്ട് വേണം നിയന്ത്രിക്കപ്പെടേണ്ടത്. അതൊരു യോഗധാരണ കൊണ്ടാണ് നമുക്ക് നേടാനും കഴിയുക, നിരന്തര പരിശ്രമവും കൊണ്ടും. അപ്പോൾ നിശ്ചയദാർഢ്യമാണ് ഈ ഒരു ബുദ്ധിക്ക് വേണ്ടത്, അല്ലേ? ധൃതി ഗൃഹീതയാ ബുദ്ധി, ധൃതിയോടൊത്ത ബുദ്ധിയോട് കൂടിയിട്ട് വേണം വേണ്ടത്. പിന്നെയോ ഇത്രയും നമ്മൾ വിധിച്ചു, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അല്ലേ? ഈ ഒരു മന്ത്രം കൊണ്ട് യോഗശാസ്ത്രത്തിലേക്ക് അനുഷ്ഠാന പദ്ധതിയാണല്ലോ. ഈ അനുഷ്ഠാനത്തിൽ വേണ്ട വിധിയാണ് ഇത്രയും പറഞ്ഞത്. ബുദ്ധി കൊണ്ട് പിന്നെ എന്താണ് പറയുന്നത്? പതുക്കെ പതുക്കെ ശനൈ ഉപരമേത്, പതുക്കെ വേണം ഉപരമിക്കേണ്ടത്. പെട്ടെന്ന് ഉപരമിച്ചാൽ പോയിട്ട് അനർത്ഥത്തിൽ പോയി ചാടും. അപ്പം കുശ്രതയോടുകൂടി മനസ്സിനെ നിയന്ത്രിച്ച് ബുദ്ധിയാൽ, അതിൻ്റെ ധൃതിയോട് കൂടിയിട്ട് ബുദ്ധിയാൽ പതുക്കെ ഉപരമിക്കുകയാണ് വേണ്ടത്. ഉപരമം എന്നുള്ളതിന് ഉള്ളിലേക്ക് ഉപരമിച്ചാലും എന്ന് പറയുന്നത്. എങ്ങനെ ഉപരമിക്കണം? എന്തുകൊണ്ടാണ് ഉപരമിക്കേണ്ടത്? മനസ്സിനെ വേണം ഉപരമിക്കാൻ. പിന്നെ എന്ത് വേണം അവിടെ? ആത്മസംസ്ഥം കൃത്വ, ആത്മസംസ്ഥം ആയിട്ട് ആത്മാവിൽ നല്ലതുപോലെ സ്ഥിതി ചെയ്തതാക്കിയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇന്ദ്രിയങ്ങളെ അന്ധകരണത്തിൽ നിയമിച്ച്, അല്ലേ? ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അതിനെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളിൽ നിന്നൊക്കെ ഉപരമിച്ച്, ഈ ഉപരമം എന്നുള്ളത് എന്താ? വൈരാഗ്യത്തോടുകൂടി ദമശമങ്ങളെ, അല്ലേ? ശമം ദമം എന്നിവയൊക്കെ സായുധമാക്കുമ്പോൾ ഉപരതി ഉണ്ടാകുന്നത്. ഈ മനസ്സിനെയും ബുദ്ധിയെയും നിയമിക്കാൻ പറ്റിയെങ്കിൽ ഉപരതി ഉണ്ടാവുമോ? ഇല്ല. ഉപരമിക്കുന്ന ഒരവസ്ഥ, വൈരാഗ്യവും വേണം ഇവിടെ. വിവേകത്തോടു കൂടിയിട്ട് വേണം ഉപരമിക്കാൻ. പിന്നെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വൈരാഗ്യവും, അത് വൈരാഗ്യം എന്നുള്ളത് വിവേകത്തോടുകൂടിയുള്ള വൈരാഗ്യം. അതിന് വേണം അതിന് ഉപരതിയായിട്ട്, സ്വാഭാവികമായിട്ട് ഉപരതി ഉണ്ടാവുകയും ചെയ്യും. ഈ എന്തുകൊണ്ടാണ് ഉപരമിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ബുദ്ധി കൊണ്ട് വേണം ഉപരമിക്കാനായിട്ട്. ആ ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധിയാണ്? ധൃതി ഗൃഹീതയായിട്ടുള്ള ബുദ്ധിയാൽ ധൈര്യത്തോടു കൂടിയിട്ട്, അന്ധകരണ വൃത്തി ആണല്ലോ ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് വേണം, നിശ്ചയഭാവത്തോടു കൂടിയിട്ട്, നിശ്ചയാത്മികമായിട്ടുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ അതിക്രമിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള ബുദ്ധിയായിട്ട് ധൃതിയുമായിരിക്കണം, അല്ലേ? മെല്ലെ ആയിരിക്കണം, എന്നാൽ വേഗത്തിലും ആയിരിക്കണം, അല്ലേ? രണ്ടിനെയും സംഭവിച്ചു. ഉപരതി മെല്ലെ വേണം ഉപരമിക്കാൻ. പക്ഷെ നമ്മുടെ ധൃതി എന്തായിരിക്കണം? ധൈര്യപ്പെട്ട് വേഗത്തിലായിരിക്കണം. ദൃശ്യതേ ത്വഗ്രിഹ ബുദ്ധിയ സൂക്ഷ്മദർശിഭി, സൂക്ഷ്മദർശികളായിട്ട് അഗ്രമായിട്ടുള്ള ത്വഗ്രിഹ, അഗ്രമായും ഏകാഗ്രതയായിട്ടുള്ളതുമായ ആ സൂക്ഷ്മ വസ്തുക്കളെ നിരൂപണം ചെയ്യാൻ താല്പര്യമുള്ളതായിട്ടിരിക്കുന്ന ബുദ്ധി കൊണ്ട്, അല്ലേ? എല്ലാ ബുദ്ധിയും കൊണ്ട് പറ്റില്ല. സാത്വികമായിട്ടൊരു ബുദ്ധിയുണ്ട്, രാജസികമുണ്ട്, താമസികമായിട്ടുള്ള ബുദ്ധിയുണ്ട്. അത് ത്വഗ്രികയായിരിക്കുന്ന ബുദ്ധി കൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള അറിയാനുള്ള വസ്തുക്കളെ നിരൂപണം ചെയ്യാനുള്ളൊരു മനസ്സോട് കൂടിയിട്ടുള്ള ബുദ്ധി കൊണ്ട് വേണം ചിന്തിക്കാനായിട്ട്.
പിന്നെ പറഞ്ഞ് ധർമ്മത്തിലുള്ള പ്രവൃത്തിയെയും അല്ലേ, അത് ചിന്തിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളുള്ള ആകർഷണ ബലയിൽ പെട്ടുപോയാലോ നമ്മുടെ മനസ്സിൽ എന്താ വരിക? ആദ്യം മമത്വം അല്ലേ, എനിക്ക് എൻ്റെ എന്നുള്ളൊരു മമത്വങ്ങളാണല്ലോ വരിക. അപ്പോൾ ആ ശൃംഖലമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ സുധീരന്മാർക്ക് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഈ മനസ്സും പ്രാണനും ഇന്ദ്രിയങ്ങളും എന്നിവയുടെ പ്രവർത്തനങ്ങൾ ചിത്തത്തിലുണ്ടാകുന്ന ഏകാഗ്രത നിമിത്തം മറ്റു വിഷയങ്ങളിലേക്ക് വ്യാപൃതമാകാതെ യാതൊരു ധാരണ ബുദ്ധിയാണോ നിയന്ത്രിക്കുന്നത്, അതാണ് ധൃതിയായിട്ടുള്ള ബുദ്ധി, സാത്വികമായിട്ടുള്ള ബുദ്ധി. ഈ ഒരു ധൃതിയെ ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയഃ യോഗേന അഭിവിചാരിണ്യ ധൃതി സ പാർത്ഥ സാത്വികി. മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ചിത്തത്തിൻ്റെ ഏകാഗ്രത, ചിത്തം എന്നുള്ളത് എന്താ? മനസ്സിൻ്റെ ഒരു ഭാവമല്ലേ. ആ ചിത്തത്തിൻ്റെ ഏകാഗ്രത നിമിത്തം, ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാതെ വ്യാകൃതമാകാതെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ധാരണ ശക്തി നിയന്ത്രിക്കുന്നു, അതാണ് ധൃതി. നമ്മൾ ധൈര്യം എന്ന് പറഞ്ഞു, ആ ഒരു ധൃതി ആണ് ഇവിടെ പറയുന്നത്. അത് അവ്യഭിചാരിണ്യ, ഒരു വിഷയത്തിൽ നിന്നും അടുത്ത വിഷയത്തിലേക്ക് പോവുക, അതൊന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോവുക, അത് വ്യഭിചാരണം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അല്ലാതെ കൊണ്ട് ഏകാഗ്രതമായിട്ടിരിക്കുന്ന ആ ഒരു ധൃതി കൊണ്ട് വേണം, ആ ധാരണശക്തി കൊണ്ട് വേണം നമ്മൾ മനസ്സിനെയും പ്രാണനെയും അന്ധക്കരണത്തിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട്. അങ്ങനെയുള്ള ധൃതിയോടൊത്ത ബുദ്ധിയോടുകൂടി വേണം മനസ്സിനെ ആത്മസംസ്ഥമാക്കുവാൻ വേണ്ടിയതും. അങ്ങനെയുള്ള ആത്മസംസ്ഥമാക്കിയിട്ടുള്ള മനസ്സിനെ ധൃതിയോടത് ബുദ്ധിയാൽ പതുക്കെ ഉപരമിച്ച് മനസ്സിനെ ആത്മസംസ്ഥമാക്കിയിട്ട് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതിരിക്കണം അല്ലേ. മറ്റൊന്ന് ചിന്തിച്ചാൽ എന്താവും? ആദ്യം മനസ്സുകൊണ്ട് എങ്ങനെയാണോ നിയന്ത്രിച്ചു കൊണ്ടുവന്നത് ഒക്കെ പോകും അല്ലേ. എന്താണ് പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ അനുഭവമാണ് അല്ലേ. നമ്മുടെ ഉള്ളിൽ വൃത്തിരൂപേണ നമ്മൾ നേരത്തെ അനുഭവിച്ചതായ വൃത്തികളൊക്കെ ഉണ്ടാവും, അതാണല്ലോ നമ്മളെ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് എന്ത് വേണം? എന്താണോ നമ്മൾ വിധിച്ചിട്ടുള്ളത്, സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന കാമനകളെയൊക്കെ തീർത്തും പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും അല്ലേ, അശേഷതക തിക്ത, പൂർണ്ണമായിട്ടും വേണം ത്യജിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ, ജ്ഞാനേന്ദ്രിയത്തെയും കർമ്മേന്ദ്രിയത്തെയും അന്ധകരണത്തിനെയും ഒക്കെ നിയമിച്ചിട്ട് എല്ലാ പ്രകാരത്തിലും, ഒരു പ്രകാരമല്ല എല്ലാ പ്രകാരത്തിലും വിശേഷിച്ച് നിയമിച്ച് ധൃതിയോടുള്ള ബുദ്ധിയോടുകൂടി ധൈര്യപൂർവം ബുദ്ധി കൊണ്ട് പതുക്കെ ഉപരമിച്ച് ആത്മാവിൽ നല്ലതുപോലെ സംസ്ഥിതമാക്കണം. ഈ ആത്മാവിൽ നല്ലതുപോലെ സംസ്ഥിതമാക്കണം എന്ന് പറഞ്ഞാൽ ഏതാണ്? എവിടെയാണ് ആത്മാവ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പം അല്ലേ, ഈ ശരീരം എന്നുള്ളത് ഉപാധിയാണ്. ഉപാധിയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയത്തിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ആരാണ്? പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ആത്മാവാണ് അല്ലേ. ആ സംശയമുണ്ടോ? ഇല്ല. ഒരു നിമിഷം മതി അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇവിടെ ഉണ്ടെന്ന് പറയുമോ? ഇല്ല. കൈ പ്രവർത്തിക്കാൻ കഴിയുമോ? പറ്റില്ല. ശബ്ദം കേൾക്കുമോ? ഇതിനെ ആത്മാവില്ലെങ്കിൽ ഞാൻ ആരാണെന്നറിയുമോ അല്ലേ. നമ്മൾ പറയും അഹങ്കാരത്തുകൊണ്ട്, ഞാൻ ആരാണ്, ഇന്നതാണെന്നൊക്കെ പേരും വിശേഷമൊക്കെ പറയും. പക്ഷെ ആത്മചൈതന്യം, ആ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ശബ്ദത്തെ കേൾക്കുന്നുള്ളൂ അല്ലേ, സ്പർശനം അറിയുന്നുള്ളൂ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അല്ലേ, സ്പർശനം എന്ന ഇന്ദ്രിയത്തെ കൊണ്ട് അറിയുന്നുള്ളൂ. പിന്നെയോ കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എന്നെ കാണണമെങ്കിൽ, ഞാൻ നിങ്ങളെ കാണണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ആത്മാവ് ഉണ്ടാവണ്ടേ? ഉണ്ട്. പിന്നെയോ
സ്പർശനം രൂപത്തെ കാണണമെങ്കിൽ, അല്ലേ, ഗന്ധത്തെ അറിയണമെങ്കിൽ, രസത്തെ അറിയണമെങ്കിൽ, എല്ലാ പ്രവർത്തനങ്ങളും കർമ്മേന്ദ്രിയങ്ങളാട്ടെ ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിയെങ്കിലും നമ്മൾ ആ ഒരാത്മ അവനറിയാനായിട്ട്. അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വേറെ എന്തൊക്കെ നമ്മൾ സമ്പാദിക്കണം നമുക്കൊന്ന് അറിയണമെങ്കിൽ, ഒരു വസ്തുവിനെ നമ്മൾ അറിയണമെങ്കിൽ അതിന് ഘടന പ്രയത്നം അറിയണം, അല്ലേ, അതിന് വാങ്ങിക്കാനുള്ള സമ്പത്തുണ്ടാവണം, അല്ലേ, ഒരു രൂപമുണ്ടെങ്കിൽ പുറത്തുണ്ടായി വരണം. ഒരു പൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ച്, അല്ലേ, അതിനെ പരിപാലിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊരു പുഷ്പമായി നമ്മൾ കാണണമെങ്കിൽ എത്ര അധ്വാനിക്കണം? വേണ്ടേ? വേണം. പക്ഷെ തൻ്റെ ആത്മസ്വരൂപത്തെ താനാണെന്നറിയാനുള്ളത്, അതിനെ അറിയാൻ എത്ര ബുദ്ധിമുട്ടണം? വേണോ വേണ്ടയോ? വേണം. ഇവിടെ പുറത്ത് നമ്മൾ അതിനെ നേടണമെങ്കിൽ, പുറത്തുള്ളൊരു വിഷയത്തെ അറിയണമെങ്കിൽ നമ്മൾക്കതിന് അധ്വാനം വേണം, പ്രയത്നം വേണം, കർമ്മേന്ദ്രിയം ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കണം. തൻ്റെ ഉള്ളിലുള്ള അതിനെ അറിയണമെങ്കിൽ എന്തേ വേണ്ടു? എന്തെങ്കിലും പ്രയത്നം വേണോ? വേണ്ട. ശാസ്ത്രവും ഗുരുവും മതി, അല്ലേ? ആ ഒരു ശാസ്ത്രവാക്യത്തിൽ ഗുരു ഉപദേശത്തിൽ നേടാനായിട്ട് അത് മാത്രം മതി. എങ്കിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തൂലേ? എത്തുന്ന ദൃഢമല്ലേ? നമുക്ക് എത്തിയിരിക്കും, അല്ലേ? ആർക്കെല്ലാം സംശയമുണ്ടോ? ഇല്ല. മറ്റുള്ള വസ്തു നമ്മൾ ഉപയോഗിക്കണം, നമ്മുടെ പ്രവർത്തനം വേണം, കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയങ്ങളും സംരക്ഷണവും എല്ലാം അതിന് വേണ്ടെങ്കിൽ വേണ്ട അതൊരു പുഷ്പമായി പൂവ് ഉണ്ടായി നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഒരു ഇന്ദ്രിയത്തിന് മാത്രം, അല്ലേ? ആ രൂപത്തെ, ആ പുഷ്പം പുഷ്പിതമായി കാണണമെങ്കിൽ നമ്മൾ ചെയ്ത അധ്വാനം, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അത് വേണം, അധ്വാനം വേണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണം, കർമ്മേന്ദ്രിയം വേണം, ജ്ഞാനേന്ദ്രിയം വേണം, എല്ലാം വേണം. അപ്പോൾ നമ്മൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമോ, നമ്മൾ കൂടുതൽ എപ്പോഴാണ് ചെടിയൊക്കെ നടാൻ തുടങ്ങിയത്? ഈ കൊറോണ കാലത്ത്, അല്ലേ? കൂടുതൽ പരിപാലിക്കാൻ തുടങ്ങിയത്. ഒരു പുഷ്പം ഉണ്ടായി കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷിച്ചു, അല്ലേ? അങ്ങേറ്റത്തെ സന്തോഷമാണ്. നല്ല വാസനയുണ്ടെങ്കിലോ, മണത്ത് നോക്കിയിട്ട് നല്ലൊരു വാസനയുണ്ട്, അല്ലേ? മനസ്സിന് സുഖമായി, കണ്ണിന് നല്ല കുളിർമയായി, എല്ലായി. ആ ഒരു സന്തോഷം എത്ര സമയമുണ്ട് നമ്മുടെ ഉള്ളിൽ? പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പോയി കേട്ടോ, അല്ലേ? അവിടെ സന്തോഷവും അല്പം കുറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി, ആ ഒരു മനസ്സിൻ്റെ അഭാവം അല്പസമയം കൊണ്ട് വന്നു. അതാണ് ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും കാമനകൾ കൊണ്ടും നമ്മൾ നേടപ്പെടുന്നതെല്ലാം അല്പസമയമേ ഉള്ളൂ. ആ അല്പസമയം ശരിക്കും അല്പസമയത്ത് നമ്മൾ അനുഭവിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ കണ്ണ്, ഇന്ദ്രിയം ആ വസ്തുവുമായിട്ട് ചേർന്നപ്പം അതെനിക്ക് സുഖമായി എന്നുള്ളൊരു സങ്കല്പം കൊണ്ടാണ് നമുക്ക് സുഖമുണ്ടായത്. ആ സമയത്ത് വേറൊരു പുഷ്പമാണെങ്കിലോ, തനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിലോ, അതിഷ്ടമല്ല, ഉണ്ടായിക്കോട്ടെ, അതിപ്പോൾ എത്ര വിശേഷം, അല്ലേ? അതിനകത്ത് മനസ്സുകൊണ്ട് നമ്മളെത്തല അതടങ്ങും. അതെ, അതെ. മനസ്സിൻ്റെ ഒരു ഭാവമാണ് സന്തോഷവും ദുഃഖവും നമുക്ക് നൽകുന്നത്. അതെ, അതെ. അപ്പം നിത്യമായിട്ടുള്ളത് അതെ, വേറെ ഒരു വഴിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു നിത്യം സുഖം കിട്ടണമെങ്കിൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെ വഴിയും നമ്മൾ പോയി കഴിഞ്ഞാലോ കിട്ടുമോ? ഇല്ല. ഈ ഒരു സുഖം നമുക്ക് നേടുന്നതിന് വേണ്ടി നിരന്തര പരിശ്രമം, കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണോ? അതും വേണ്ട. മനസ്സിനെ അടക്കിയാൽ മാത്രം മതി, ഇന്ദ്രിയത്തിൽ അടക്കിയാൽ മതി. അത് പെട്ടെന്ന് സാധിക്കുമോ? ബുദ്ധി ചാടും. ബുദ്ധി ചാടിയില്ലെങ്കിൽ വൃത്തിയും ചാടും. അന്ധകാലത്തിൽ ഇത് പണ്ട് എനിക്ക് നല്ല സുഖം തന്നിട്ടുണ്ട്, ഇപ്പം കാണാൻ തിരക്കേടൊന്നും ഇല്ല, ഇപ്പം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും. ഇതാണല്ലോ മനസ്സിൻ്റെ സ്വഭാവം, സങ്കല്പം വികല്പം ചെയ്യും. അപ്പോൾ ഈ പുറമേയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ നമുക്ക് നേടിയാൽ കിട്ടുന്ന സുഖമല്ല ആന്തരികമായിട്ടുള്ള സുഖം, അല്ലേ? ആത്മാവിലുള്ള ആ ഒരു നിശ്ചലമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നിലേക്ക് തിരിഞ്ഞുള്ള ആ ഒരു പ്രവൃത്തിയിലേക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ആര് തന്നെ നമ്മൾ പ്രയത്നം ചെയ്യണം? നമ്മൾ തന്നെ പ്രയത്നം ചെയ്യും. നമുക്ക് പ്രചോദനവും നമുക്ക് ധൈര്യവും നമുക്ക് മുന്നോട്ടുള്ള ആ ഒരു വഴിയിലേക്ക് നമ്മളൊന്ന് കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പ്രലോഭനം ചെയ്യുന്നത് ആരാണ്? നമ്മൾ നയിക്കുന്നത് ആരാണ്? തൻ്റെ ഗുരുവും ശാസ്ത്രവുമാണ്. അതുമാത്രം നമുക്ക് നേടിയാൽ പരമമായ പദത്തിൽ, വിഷ്ണു പദത്തിൽ ചേരുവാൻ സാധിക്കും, അല്ലേ? അതെ, ഗുരുവും ശാസ്ത്രമാണ്. നമുക്കൊരു മനസ്സ് വെച്ചാൽ മതി. സംജയ് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞു, അല്ലേ?
ഗുരു എന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഗ്നി തണുപ്പല്ലേ ഇപ്പോൾ. പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കരികിലൊക്കെ കൂട്ടി വിറകൊക്കെ കത്തിച്ച് പുറത്ത് മുറ്റത്ത് തീയിട്ടിട്ട് കഴിയില്ലായിരുന്നോ? ഇല്ലേ? ആ തീയിടുന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ തണുപ്പിനെ മാറ്റുന്നത്? എല്ലാത്തിനും ഉണ്ട്. ഗുരു എപ്പോഴും അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അവിടെ ഗുരു അനുഗ്രഹം നമുക്ക് നേടണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ നമ്മൾ പാത്രത്വം ഉണ്ടാക്കണം. അവിടെ നമ്മൾ സാധനകൾ ചെയ്യണം, ദർശനങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നമ്മൾ സമ്പാദിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അന്ധകരണം ശാന്തമാകുന്നൊരു സമയത്ത് ഒരു പ്രസാദം കിട്ടും, ഗുരുവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് യാതൊരു മാറ്റമില്ല. നമ്മൾ നമ്മളതായിട്ട് തീരണം. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമുക്ക് സഫലമാകുന്നുണ്ടോ ഇല്ലയോ? ഇല്ലേ? ഇന്ന് നമുക്ക് വേണമെന്നൊരു സങ്കല്പം ചെയ്തു, ഇന്ന് എനിക്ക് നേടണമെന്ന് നമ്മൾ നിശ്ചയിച്ചു. അത് നമ്മൾ സമയം കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ചിലപ്പം ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹം സഫലമാക്കും, ചിലപ്പം ജന്മം കൊണ്ടായിരിക്കും. അതൊക്കെ പിന്നീട് അല്ലേ ചെയ്യുന്നില്ലേ? ഒരു വസ്തു നമുക്ക് നേടണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരാഴ്ചയാണെങ്കിൽ ഒരു മാസമാണ് നമ്മളത് സഫലീകരിക്കുന്നില്ലേ? അതേപോലെ നമ്മുടെ അന്ധക്കരണത്തെ ശുദ്ധമാക്കി നമ്മുടെ അന്ധക്കരണത്തിൽ നമ്മുടെ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് വരുമ്പോൾ അത് ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ, അതാണല്ലോ ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്, അത് നേടാൻ നമുക്ക് സാധിക്കും. ലക്ഷ്യം ഉറപ്പാണത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടാത്തതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. കാമനകളൊക്കെ നമുക്ക് വേണ്ടുന്നത് കാമനകൾ കാമിക്കുക. അത് തനിക്ക് ഇപ്പം വേണ്ട, തൻ്റെ ശരീര നിവൃത്തിക്ക് വേണ്ടി കാമിക്കുക. അല്ലാത്തതിനെയൊക്കെ തിരിച്ചേക്കുക. വേണ്ടാന്ന് വെക്കുക. എന്തിനാ ഇതൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട്? അല്ലേ? നിത്യസന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകണോ? വേണ്ടല്ലോ. അവിടെ നമ്മൾ നിശ്ചയദാർഢ്യത്തോടു കൂടി കണിയൊക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കും. അതെ, നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ മനസ്സിനൊന്ന് പാകപ്പെടുത്തേണ്ടല്ലേ വേണ്ടുള്ളൂ. അത് സാധ്യത. പുസ്തകത്തിലിരിക്കും. പണ്ട് പറയില്ലേ, കുട്ടിക്കാലത്ത് പറയില്ലേ, പുസ്തകത്തിലെ പശു തരില്ല. അതുപോലെയാണ് നമ്മൾ കുറേ ശാസ്ത്രം പഠിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ പ്രഭാഷണങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നും നമ്മൾ നന്നാവില്ല. നമ്മൾ സ്വയം പരിശ്രമിച്ച് സാധന ചെയ്തു തന്നെ വേണം. അതിന് കഠിന പ്രയത്നമാണ്. ഭഗീരഥ പ്രയത്നമുണ്ടല്ലോ, ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവന്ന പ്രയത്നം പോലെ നമ്മൾ തന്നെ വിളില്ല. പുറത്തുള്ളവരെങ്കിൽ നിൻ്റെ മനസ്സിനെ ഇപ്പം നിന്നെ നന്നാക്കി തരാം, നിൻ്റെ മനസ്സ് ദോഷമാണ്, നീ ആ വിഷയത്തിലേക്ക് പോകുന്നില്ലെന്ന് അവനെ നമുക്ക് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ദോഷം, ഇന്നതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ തന്നെ നമ്മളെ നന്നാക്കണ്ടേ? അതേപോലെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനാ, അതിനു മുമ്പ് ഒരു ശ്ലോകം പഠിച്ചാലോ നമ്മൾ, ഉദ്ധരേതാത്മാനമാത്മാനം അല്ലേ? അത് നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ലക്ഷ്യപ്രാപ്തി വരെ നമ്മൾ പിന്തിരിയില്ലെന്നുള്ളൊരു ദൃഢമായിട്ടുള്ള ആ ഒരു ബുദ്ധി കൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യപ്രാപ്തി സാധിക്കും. അത് യാതൊരു മാറ്റവുമില്ല. ശരി, നമുക്ക് ശ്രമിക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുൻ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.